ഉണ്ടാക്കുന്നതാ, എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് കാണിച്ചു തരുവാണേ. പപ്പായയും വൻപയറും കൂടെ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ പയർ കൂടുതൽ എടുത്തേക്കുന്നതെന്നു വെച്ചാൽ തോരൻ കുറച്ച് കൂടുതൽ കൂട്ടാനാണ്. അപ്പം നമുക്ക് എന്താ പറയുക, ചോറ് കുറച്ച് കുറയ്ക്കാമല്ലോ. വൻപയർ ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ടതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പിട്ട് വേവിക്കാവേ, അല്ല ഇതായാലും ഉപ്പ് പിടിക്കത്തില്ല. കുറച്ച് വെള്ളം, സ്റ്റൗവൊക്കെ അങ്ങ് ഓൺ ചെയ്തേക്കാവേ. ഒരൊറ്റ വിസിൽ വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നിട്ട് ആ പപ്പായയും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് ഒറ്റ വിസിലും കൂടെ വന്നാൽ രണ്ടും ഒരുപോലെ റെഡി ആയിക്കോളും. ചായച്ചെടുക്കാണ്ട് ഒന്ന് ഒതുക്കിയെടുക്കണേ. ഒരു ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചെറിയുള്ളി, ഒരു 3 ഇള വെളുത്തുള്ളി, പിന്നെ ഒരു 3-4 എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇതൊന്ന് ഒതുക്കിയെടുത്തോണ്ട് വരാവേ. ഇതാ നമ്മുടെ പപ്പായ അരിഞ്ഞെടുത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ വലിപ്പത്തിൽ അരിഞ്ഞത് കുക്കറിലിടുന്നതുകൊണ്ടാണ് കേട്ടോ. നമുക്കിത് കുക്കറിലേക്കിടാം. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. പയർ ഒരു വിസിൽ നല്ലപോലെ ഇന്നലെ തലേദിവസം വെള്ളത്തിൽ ഇട്ടതാണെങ്കിലാണ് ഒരു വിസിൽ കൊണ്ട് പയർ അളിഞ്ഞു പോരുത്. അതുകൊണ്ടാണ് ഒരു വിസിൽ. അല്ലെങ്കിൽ നമ്മൾ 3 വിസിലൊക്കെ അടിക്കണം, ഓരോ കുക്കറിൻ്റെ അനുസരിച്ച്. ഇതിലേക്കും ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണേ, പപ്പായയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്. കുറച്ച് കറിവേപ്പില മൂടി വെച്ച് ഒറ്റ വിസിലും കൂടെ, അത് മതി കേട്ടോ. ഇതൊരു വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു എളുപ്പപ്പണിയിലുള്ളൊരു തോരന. നമ്മുടെ ഒരു വിസിലും കൂടെ അടിച്ച് നമ്മൾ കുക്കറൊക്കെ മാറ്റി വെച്ചേക്കുക. തുറന്നില്ല, ആ എയറൊന്ന് പൊക്കോട്ടെ. ആ സമയം കൊണ്ട് വേറൊരു പാൻ അടുപ്പ് വെച്ചു. ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായപ്പം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ ചായ ഒതുക്കി കൊണ്ടുവന്ന് നമ്മുടെ അരപ്പില്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കാവേ. തീയൊക്കെ കുറച്ച് വയ്ക്കണേ. ഇതിലേക്ക് കുറച്ച് ഇതിനാവശ്യമുള്ള ഉപ്പ് 3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടുണ്ട്. പാകത്തിനേ ഇടാവുള്ളൂ കേട്ടോ, കുറേശ്ശേ ഇട്ട് കൊടുക്കാവുള്ളേ. അരപ്പിൻ്റെ മാത്രം ഉപ്പ്. പപ്പായ എന്തായെന്ന് നോക്കാം. ഇതാ അവർ രണ്ടുപേരും ഇവിടെ സെറ്റാ. ഇനിയില്ലേ ഇതിനകത്തോട്ട് തട്ടിയേക്കാം. കണ്ട ആ പാകത്തിന് വെള്ളം അടിക്കൊന്നും പിടിക്കത്തില്ല കേട്ടോ. ചട്ടിയുടെ അടിക്കൊന്നും പിടിക്കത്തില്ല. നമുക്ക് എന്നാണെന്നറിയോ, നമ്മുടെ പയർ വെന്ത് പോവരുത്. അതാണ് വെന്ത് പോയാൽ ഇത് രസമില്ലല്ലോ, കുഴഞ്ഞു പോവില്ലേ. അങ്ങനെ ഉണ്ടാവരുത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാത്രത്തിലേക്ക് മാറ്റാവേ. കണ്ടോ, ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഒരു കുക്കറിൽ തന്നെ പപ്പായയും പയറും കൂടെ വേവിച്ച് വേഗം തന്നെ ഒരു തോരനാക്കാം. വെറും കുറഞ്ഞ സമയം കൊണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നാടൻ തോരനും കൂടിയല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. ചോറിന് വരെ ഇത് മാത്രം കഴിച്ചാൽ മതി. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും ഇതേപോലെ അല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.